നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവം നടന്നു. അതായത് നമ്മൾ എന്താ പറയുക, ഒരിക്കലും നമ്മൾ പറയില്ല ഇത്രയും ബെസ്റ്റ് പ്ലെയർ ആവാൻ ചാൻസ് ഉണ്ടാകുന്ന പ്ലെയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രതീക്ഷിച്ചൊരു പ്ലെയറുടെ പെട്ടെന്നൊരു ന്യൂസ് ആയിരുന്നു. പെട്ടെന്ന് നമ്മൾ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നത് പോൾ പോഗ്ബ എന്ത് ചെയ്ത് ഈ ഒരു ഡ്രഗ്സിന്റെ കേസിൽ പെട്ടിട്ട് അവന് ടെസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നെ അവൻ എന്താ പറയുക, അവൻ പെട്ടെന്ന് എല്ലാം പെട്ടെന്ന് നടന്നു പോയത്, പെട്ടെന്ന് അവനെ പുറത്താക്കുകയും ചെയ്ത ടീമിൽ നിന്ന്. അതിന്റെ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഒരു പോഗ്ബയുടെ വലിയൊരു ഫാനായിരുന്നു. കാരണം പോഗ്ബയുടെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞാൽ ഞാൻ കാര്യം പറയും, ഇത്രയും ഹൈറ്റുള്ള ഒരു പ്ലെയർ ഇത്ര അടിപൊളിയായിട്ട് പെട്ടെന്ന് നീങ്ങുന്ന ഒരു പ്ലെയർ, അതായത് ഇത്രയും ഹൈറ്റുള്ള ഒരു പ്ലെയർ ഇങ്ങനെ കളിക്കണേ വേറെ കണ്ടിട്ടില്ല. സാധാരണ ഹൈറ്റുള്ള പ്ലേയേഴ്സിന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഇപ്പോൾ ആർസനൽ ഒരു പ്ലെയർ ഉണ്ടായിരുന്നു, അത്ര ഹൈറ്റ് ഉണ്ടായിരുന്നു. അവർക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ലിമിറ്റേഷൻസ് ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് പോകുമ്പോൾ ഇത്ര ഹൈറ്റ് ഉണ്ടായിട്ടും കൂടി ഇത്ര അടിപൊളിയായിട്ട് കളിക്കാൻ കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു ഇതായിരുന്നു. പക്ഷെ കുറെ പ്ലേയേഴ്സ് ഇതേപോലെ ഇപ്പൊ നമ്മൾ ഈ റാഷ്ഫോർഡിന്റെ കാര്യം എന്ന് പറയുമ്പോഴും റാഷ്ഫോർഡ് ഇതേപോലെ തന്നെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഫോക്കസ്ഡ് ആവരുത്. ഇപ്പൊ റൊണാൾഡോന്റെ പോലത്തെ ഡിസിപ്ലിൻ ഇല്ലാത്ത പ്ലേയേഴ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഇതേപോലെ ഓരോ പ്രശ്നങ്ങൾ പെട്ടിട്ട് പോകേണ്ടി വരും. അതിനെപ്പറ്റി എന്താ പറയുള്ളത് മലപ്പുറം കാക്കൊക്കെ? അത് വളരെ ശരിയാണ്. സുട്ടാപ്പി പറഞ്ഞ പോലെ തന്നെ ഹൈ പ്രൊഫഷൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം, നല്ല ഡിസിപ്ലിൻ, അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അങ്ങനെ പോയാലാണ് ഏതൊരു പ്ലെയറിനും ആ ഒരു പൊസിഷൻ തുടർന്ന് പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ പെട്ടിട്ട് പോഗ്ബിനെ ഒരു പ്ലെയർ, പോഗ്ബ ഒരു നല്ലൊരു മിഡ്ഫീൽഡർ ആയിരുന്നു. യുണൈറ്റഡിൽ മൂപ്പരുടെ പെർഫോമൻസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഒരു പ്ലെയർ ഇങ്ങനെ കേസിൽ പുറത്തു പോയി എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നാണക്കേടാണ്. അപ്പൊ യുണൈറ്റഡിന്റെ കാര്യത്തിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കഥ തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയേണ്ടി വരും. ഇപ്പൊ യുണൈറ്റഡിന്റെ മുൻ പ്ലെയറായുള്ള ഗ്രീൻവുഡ് അവിടെ കാമുകിക്ക് നേരെ അട്രോസിറ്റി എന്തോ ഒരു അതിക്രമം കാണിച്ചെന്ന് പറഞ്ഞിട്ട് ഗ്രീൻവുഡിനെ പുറത്താക്കി. അതിനുശേഷം തൊട്ടടുത്ത് ആന്റണി ഇങ്ങനെ അലിഗേഷന് പെട്ടു. ഇപ്പൊ റഷ്ഫോർഡിനെ എന്ത് ചെയ്ത് പാർട്ടി മറ്റേ ഇഷ്യൂ. അതേപോലെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഡിസിപ്ലിന്റെ കുറവാണ്. അതാണ് ഈ സംഭവങ്ങളൊക്കെ സ്റ്റേറ്റ് ചെയ്യണത്. അപ്പോ നല്ല ഡിസിപ്ലിനും ഡെഡിക്കേഷനൊക്കെ ഉള്ള പ്ലേയേഴ്സിന് മാത്രമേ ഏറ്റവും ബെസ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് മാത്രം കാര്യമായില്ല, കറക്റ്റ് നല്ല ഡിസിപ്ലിൻ ഉണ്ടാവണം. ആ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുള്ളൂ. അപ്പോ അങ്ങനെ ചെയ്യണം ആളുകൾ. കൂടുതൽ അങ്ങനെയുള്ള പ്ലേയേഴ്സ്, കൂടുതൽ ഡിസിപ്ലിൻ ആയ പ്ലേയേഴ്സ് വരണം. അങ്ങനെ പൊട്ടൻഷ്യൽ ഉണ്ടായെന്ന് വെച്ചിട്ട് അവൻ വലിയ പീക്കുകളിൽ എത്തിക്കോളുന്നില്ല. പൊട്ടൻഷ്യൽ അതിന്റെ ഒപ്പം തന്നെ ഡിസിപ്ലിനും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും എല്ലാതും ഒരുപോലെ വേണം. അപ്പോഴാണ് ഒരു കംപ്ലീറ്റ് പ്ലെയർ ആയിട്ട് മാറുള്ളൂ. അതിന് ഏറ്റവും ഉദാർത്ഥമായ ഒരു ഉദാഹരണമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പൊ പോഗ്ബിനെ പോലെ പ്ലെയറിന് ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് സങ്കടമുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ഓർത്ത് സഹതിപ്പിക്കാനേ പറ്റുള്ളൂ, വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അതെ, പോഗ്ബ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഞാനൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ പോഗ്ബ ഇനി ഇവർക്ക് ജുവന്റസിലേക്ക് തിരിച്ചു വന്നത്. ആ ടൈമിൽ ഞാൻ വിചാരിച്ചത് ജുവന്റസ് ഇനി പഴയ ഒരു പ്രതാപകാലത്തിലേക്ക് വരും. പോഗ്ബയുടെ തന്നെ ബെസ്റ്റ് വെർഷൻ നമ്മൾ പറയുമ്പോൾ അത് ജുവന്റസിൽ തന്നെയായിരുന്നു. അപ്പൊ ആ ഒരു പോഗ്ബയുടെ പഴയ വെർഷനെക്കാട്ടി അടിപൊളിയായിട്ടുള്ള വെർഷൻസ് ഇനി വരും നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ നേരെ തിരിച്ചുണ്ടായത് ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത്.